ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിക്കാൻ ബംഗ്ലാദേശിന്റെ നീക്കം. പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയാണ് ബംഗ്ലാദേശ്. പാകിസ്ഥാനുമായുള്ള വിസാ നടപടികൾ ലഘൂകരിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി 2019 വിസാ ചട്ടങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നത്. ബംഗ്ലാദേശിന്റെ നീക്കം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ പുതിയ സുരക്ഷാ വെല്ലുവിളികൾ തീർക്കുകയാണെന്നാണ് വിലയിരുത്തൽ. തീവ്രവാദ സംഘടനകൾ മേഖലയിൽ കടന്നുകയറുമോ എന്നാണ് ആശങ്ക. മാത്രമല്ല, പാക് ചാര സംഘടന ISI മേഖലയിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇനി മുതൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ അനുവദിക്കുന്നതിന് മുമ്പ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്യൂരിറ്റി സർവീസസ് ഡിവിഷനിൽ നിന്ന് സുരക്ഷാ ക്ലിയറൻസ് നേടേണ്ടതില്ല. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇക്കഴിഞ്ഞ ഡിസംബർ 2 പ്രഖ്യാപിച്ചത്. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സെയ്ദ് അഹമ്മദ് മറൂഫ് ധാക്കയിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദ സിയയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായിരുന്നു ബംഗ്ലാദേശിന്റെ നിർണായക പ്രഖ്യാപനം. 1971 ബംഗ്ലാദേശ് യുദ്ധത്തെ തുടർന്നാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും അകന്നത്. ഷെയ്ഖ് ഹസീന പാകിസ്ഥാനെ പരമാവധി അകറ്റി നിർത്തുകയും ചെയ്തു. മാത്രമല്ല, ഇന്ത്യയോട് കൂടുതൽ അടുപ്പം പുലർത്തുകയും ചെയ്തിരുന്നു. ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നും പാകിസ്ഥാനോടായിരുന്നു താല്പര്യം. ഭർത്താവും അന്തരിച്ച ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റുമായ സിയാവുൾ റഹ്മാനും പാകിസ്ഥാനുമായി അടുപ്പം പുലർത്തിയിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കുന്നതിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് പാക് ISIയുടെ സഹായം ലഭിച്ചെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുമുണ്ടായിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള കലാപകാരികളുടെ സുരക്ഷിത താവളമായി ബംഗ്ലാദേശ് ഒരിക്കൽ കൂടി മാറുമോ എന്ന ആശങ്ക അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ പങ്കുവച്ചിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് വടക്ക് കിഴക്ക് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന എല്ലാ വിമത ഗ്രൂപ്പുകളെയും തുരത്തിയിരുന്നു. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും D8 ഉച്ചകോടിയുടെ ഭാഗമായി ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും ഇന്ത്യയെ പിണക്കി ബംഗ്ലാദേശിന് മുന്നോട്ടു പോകാനാവില്ല. ബംഗ്ലാദേശുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും യൂനിസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. യൂനിസിനെ പാകിസ്ഥാൻ സന്ദർശിക്കാൻ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. നവംബറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പൽ ബംഗ്ലാദേശിന്റെ തെക്ക് കിഴക്കൻ തീരത്ത് നങ്കൂരമിട്ടിരുന്നു. പനാമയുടെ പതാക വെച്ച യുവാൻ സിയാങ് ഫാസാൻ എന്ന കപ്പലാണ് കറാച്ചിയിൽ നിന്ന് ചിറ്റഗോങ് തുറമുഖത്തെത്തിയത്. 5 പതിറ്റാണ്ടിനിടെ ഒരു കപ്പൽ പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് ബംഗ്ലാദേശിൽ എത്തുന്നത് ആദ്യമായിട്ടാണ്.